ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് ഡ്രോണുകളും യുദ്ധവിമാന ഘടകങ്ങളും വിതരണം ചെയ്യുന്ന എയറോസോൾ ഏവിയേഷൻ സൊല്യൂഷൻസ് ഫാക്ടറിക്ക് ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ സംഭവിച്ചത് പരിഹരിക്കാനാവാത്ത നഷ്ടമെന്ന് സിഇഒ ഇസ്രായേൽ വാസ്ട്രോളോഫ്. പേറ്റാതിക്കുയിലെ ഫാക്ടറിക്ക് നേരെ കഴിഞ്ഞ വ്യാഴാഴ്ചയുണ്ട ആക്രമണത്തിന് ശേഷം സ്ഥലത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫാക്ടറിക്ക് സമ്പൂർണ്ണ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് വാസ്ട്രോളോഫ് സ്ഥിരീകരിച്ചു. നിലവിലെ സാഹചര്യത്തിൽ ഉൽപാദനം പുനരാരംഭിക്കാൻ ഫാക്ടറി കഴിയില്ല. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ അത്യാധുനിക യന്ത്ര സാമഗ്രികളും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുകളും പൂർണ്ണമായും തകർന്നു, അദ്ദേഹം പറഞ്ഞു. IDFന്റെ നിരീക്ഷണ ഡ്രോണുകൾ, പൈലറ്റ് ഹെൽമറ്റുകൾ, ബോംബുകളുടെ ഘടകങ്ങൾ എന്നിവ നിർമ്മിക്കുന്ന ഇസ്രായേലിലെ തന്ത്രപ്രധാനമായ പ്ലാന്റായിരുന്നു ഇത്. ഇറാൻ ഈ പ്ലാനിനെ കൃത്യമായി ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടത്തിയെന്ന് സിഇഒ വിശ്വസിക്കുന്നു. നമ്മൾ കരുതിയ പോലെ അവർ ബുദ്ധിശൂന്യരല്ല, മറിച്ച് വളരെ സമർത്ഥരാണ്. ഇന്റർനെറ്റും ഗൂഗിളും ലഭ്യമായി ഈ കാലത്ത് ഞങ്ങളുടെ ഫാക്ടറിയുടെ ലൊക്കേഷനും കോർഡിനേറ്റേഴ്സും കണ്ടെത്തുക എന്നതും അവർക്ക് പ്രയാസമുള്ള കാര്യമല്ല. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചാണ് അവർ പ്രഹരമേൽപ്പിച്ചത്. എയറോസോൾ ഫാക്ടറി വാലോറക്സ് എന്ന കമ്പനിക്ക് 35 ദശലക്ഷം ഷെക്കലുകൾക്ക് വിൽപ്പന നടത്തി വെറും 2 ദിവസത്തിനുള്ളിലാണ് ആക്രമണം നടന്നതെന്നതും നാശനഷ്ടത്തിന് ഗൗരവം വർദ്ധിപ്പിക്കുന്നു. പശ്ചിമേഷ്യൻ യുദ്ധം കടുക്കുന്നതിനിടെ IDFന്റെ വിതരണ ശൃംഖലയെ ബാധിക്കുന്ന ഇത്തരം ആക്രമണങ്ങൾ ഇസ്രായേലിലെ പ്രതിരോധ ശേഷിയെ തളർത്തുന്നതായാണ് വിലയിരുത്തപ്പെടുന്നത്. നേരത്തെ മൊസാദ് ആസ്ഥാനത്തിന് നേരെയും എയറോ സെന്റിനൽ പ്ലാന്റിന് നേരെയും ഇറാൻ നടത്തിയ മിസൈൽ പ്രഹരങ്ങൾക്ക് പിന്നാലാണ് എയറോസോളും തകർക്കപ്പെടുന്നത്. ഇസ്രായേലിലെ സുരക്ഷാ കവചമായ അയൺ ഡോമിന്റെ പരാജയത്തിലേക്കാണ് സിഇഒയുടെ ഈ വെളിപ്പെടുത്തലുകൾ വിരൽ ചൂണ്ടുന്നത്.